ഹലോ, ശ്രീജിയാണ് കേട്ടോ. കൊളിച്ചിങ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ പ്ലാന്റ് എന്ന് പറയുന്നത് അതിസുന്ദരിയായ ഈ പ്ലാന്റ് ആണ്. ഇതാണ് ഷെഫ്ലറ പ്ലാന്റ്. ഷെഫ്ലറ പ്ലാന്റ് അഥവാ അംബ്രല്ല പ്ലാന്റ് എന്നൊക്കെ വിളിപ്പേരുള്ള അതിമനോഹരമായ ഈ പ്ലാന്റ് അരേലിയേസി എന്ന ഫാമിലിയിൽപ്പെട്ടതാണ് ഈ പ്ലാന്റ്. ഇനി ഈ പ്ലാന്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിലോട്ട് പോയി തന്നെ അറിയാം. നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോർ ആക്കിയും അതുപോലെ തന്നെ ഔട്ട്ഡോറും ഒക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന യാതൊരുവിധ കെയറിങ്ങിന്റെയും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഷെഫ്ലറ പ്ലാന്റുകൾ. ഷെഫ്ലറ പ്ലാന്റുകൾ വെരിഗേഷൻ ഉള്ളതും വെരിഗേഷൻ ഇല്ലാത്തതുമുണ്ട്. ഇത് നല്ല വെരിഗേഷനോട് കൂടിയവയാണ്. വെരിഗേഷൻ എന്നാൽ നമ്മുടെ ലീഫുകളിലൊക്കെ ഇതുപോലുള്ള ഗ്രീൻ അല്ലാതെ വേറെ കളറുകൾ കയറി വരുന്നതിനെയാണ് നമ്മൾ വെരിഗേഷൻസ് എന്ന് പറയുന്ന. കണ്ടില്ലേ, ഇതിനൊരു ക്രീം കളറാണ്. അപ്പോൾ ഈ ഒരു വെരിഗേഷൻ ഈ പ്ലാന്റ്സിനൊക്കെ വരണമെങ്കിൽ ഇതിന് അത്യാവശ്യം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൺലൈറ്റ് ആവശ്യമാണ്. നമ്മൾ ഒട്ടും തന്നെ സൺലൈറ്റ് ലഭിക്കാത്ത ഒരു സ്ഥലത്തൊക്കെ ഈ പ്ലാന്റിനെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇതിന്റെ ലീഫുകളൊക്കെ തന്നെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലോട്ട് മാറും. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ നല്ല ഒരു ഷെയ്ഡഡ് ഏരിയയിലൊക്കെ വെച്ച് വളർത്തുകയാണെങ്കിൽ ഇത് നല്ല ഭംഗിയിൽ വളർന്നു വരും. പിന്നെ ഇതിനെ നമ്മൾ അംബ്രല്ല പ്ലാന്റ് എന്ന് വിളിക്കുമെന്ന് പറയും. അംബ്രല്ല പ്ലാന്റ് എന്ന് വിളിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇതുപോലെ ഓരോ ലീഫും ഓരോ ലീഫിൽ 7ഉം 8ഉം അതേപോലെ 5ഉം 6ഉം ഒക്കെ ലീഫുകൾ ഇതിൽ ഓരോ ലീഫുകളായിട്ടുണ്ട്. അതായത് ഇത് ശരിക്കും ഒരു അംബ്രല്ല പോലെ, കണ്ടില്ലേ, ഇതുപോലെ ഒരു അംബ്രല്ല പോലെ കാണപ്പെടുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിന് അംബ്രല്ല പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. ഇതാണ്ട് ഈ ലൈറ്റ് ലഭിക്കുന്നതിന്റെ ഇതിനനുസരിച്ച് ഇതുപോലെ നല്ല ക്രീം കളർ, ഫുള്ളി ക്രീം കളറിൽ വരും. അപ്പൊ ലൈറ്റ് കുറവാണെങ്കിൽ ആ ലീഫ് ഇതുപോലെ ഡാർക്ക് ഗ്രീൻ കളറിലായിട്ടും വരും. പിന്നെ മെച്ചറാവുന്ന ലീഫുകൾ ഡാർക്ക് ഗ്രീൻ കളറിലോട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇൻഡോറിലൊക്കെ ഒരു അടിപൊളി പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇനി എല്ലാം നമുക്ക് ഔട്ട്ഡോറിലും വെച്ച് വളർത്താം, പക്ഷെ ഒരു ഷെയ്ഡഡ് ഏരിയയിൽ വെച്ച് വളർത്തണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഓരോ ലീഫും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കുട പോലെ വന്നേക്കുന്ന ഇതിൽ തന്നെ ഈ 6ഉം 7ഉം ലീഫുകൾ വെച്ച് കാണാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഒരു അംബ്രല്ല നിവർത്തിയത് പോലെയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ അംബ്രല്ല പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ പ്രൊപ്പഗേഷൻ ഒക്കെ വളരെ സിമ്പിളാണ്. അത്യാവശ്യം നല്ല മെച്ചറായിട്ടുള്ള സ്റ്റെം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ നല്ല മെച്ചറായിട്ടുള്ള, ഈ സ്റ്റെം ഇപ്പോൾ മെച്ചറായിട്ടില്ല, അപ്പോൾ നല്ല മെച്ചറാകുന്ന സ്റ്റെം എടുക്കുകയാണെങ്കിൽ അതിൽ ഏരിയൽ റൂട്ട്സുകൾ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെയൊക്കെ ഇവിടെ എല്ലാം ഇതുപോലെ ഏരിയൽ റൂട്ട്സുകളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ നമുക്ക് നോക്കിയാൽ റൂട്ട്സുകൾ ഇതുപോലെ ഏരിയൽ റൂട്ട്സുകൾ ഉണ്ടാകും ഈ പോട്ടിൽ നിറയെ. അപ്പോൾ അങ്ങനെ റൂട്ട്സുകൾ ഏതെങ്കിലും വരുന്ന ഒരു കമ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ നട്ട് കൊടുക്കുമ്പോൾ, അതായത് സ്റ്റെം കട്ട് ചെയ്തിട്ട് നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് റൂട്ടിംഗ് ഹോർമോൺ ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ മുക്കിയിട്ട് നമുക്ക് നട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആലോവേരയുടെ ജെല്ല് പുരട്ടിയിട്ടും നട്ട് കൊടുക്കാം. വളരെ സിമ്പിളാണ് ഈ ഒരു പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ. പ്രത്യേകിച്ച് ശ്രദ്ധയുടെ ഒന്നും ആവശ്യമില്ല. മാസത്തിൽ ഒരിക്കലോ മറ്റോ നമ്മൾ കമ്പോസ്റ്റോ ഉണങ്ങിയ ചാണകമോ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ നിലത്താണ് ഈ ചെടിയെ വളരുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഈ ചെടി വളർന്നു വരും. അപ്പോൾ ഇതിന്റെ തണ്ടുകളൊക്കെ ഇങ്ങനെ പടരുന്ന പോലെ ഒരു കംപ്ലീറ്റ് ആയിട്ടും പടരുന്ന അവസ്ഥയിലല്ല, എന്നാലും കുറച്ച് ഒരു പടരുന്ന അവസ്ഥയിൽ ഇങ്ങനെ ചരിഞ്ഞൊക്കെ കിടക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഈ കമ്പ് ഇതുപോലെ ഒരു കമ്പൊക്കെ കുത്തി, ഇതുപോലെ ഒരു കമ്പ് കുത്തി അതിന് സപ്പോർട്ടൊക്കെ കൊടുത്താണ് വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ എന്താ സപ്പോർട്ടൊക്കെ കൊടുത്താണ് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിങ്ങനെ ചരിഞ്ഞ് ഒരു ഭംഗിയില്ലാതെ കിടക്കും. അപ്പോൾ പ്രൊപ്പഗേഷൻ ഒക്കെ വളരെ സിമ്പിളാണ്. പിന്നെ കെയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് കെയറിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീടുകളിലൊക്കെ അടിപൊളിയാക്കി ഇൻഡോറും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഷെഫ്ലറ. പിന്നെ ഷെഫ്ലറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ ഹാർംഫുൾ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു അരിയേലേസി എന്ന ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു വലിയ അളവിൽ നമ്മുടെ പെറ്റ്സുകളോ അല്ലെങ്കിൽ കുട്ടികളോ ഒക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ അത് ശരിക്കും ഒരു സ്റ്റൊമക്ക് അപ്സെറ്റോ അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ ചെറിയ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് വളർത്തുമ്പോൾ കുട്ടികളും പെറ്റ്സുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ അതിമനോഹരമായ നമ്മുടെ ഷെഫ്ലറ പ്ലാന്റ് വളർത്താൻ എത്ര സിമ്പിൾ ആണെന്ന് മനസ്സിലായില്ലേ?
പിന്നെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ്. പിന്നെ പോട്ടി മിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇതിൻ്റെ പോട്ടി മിക്സിൽ ഈർപ്പം കെട്ടി നിൽക്കാൻ പാടില്ല. അതായത് പോട്ടി മിക്സിൽ വെള്ളം തങ്ങി നിൽക്കാൻ പാടില്ല. അത് ഈ ചെടിയല്ല, ഏതൊരു ചെടിയായാലും വെള്ളം തങ്ങി നിന്നാൽ അത് പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് നല്ലൊരു ലൂസായിട്ടുള്ള ഒരു പോട്ടി മിക്സ് വേണം നമ്മൾ കൊടുക്കാൻ. അതായത് 20% മണലും 20% കൊക്കോപിറ്റും പിന്നെ ഒരു 60% നമ്മുടെ ഗാർഡൻ സോയിലും കൂടെയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡ്രെയിനേജ് ഉള്ള പോട്ടി മിക്സ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മളൊരു വലിയ പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് നട്ട് കൊടുക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഈ പ്ലാന്റ് വളർന്നു വരും. ഇതിപ്പോൾ ഞാനൊരു 10 ഇഞ്ചിൻ്റെ പോട്ടിലാണ് വെച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഇത്രയും വലുപ്പത്തിലൊക്കെ ഇത് വളർന്നിട്ടുണ്ട്. ഇതിലും വലിയ പോട്ടിലോട്ട് നമ്മൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നിലത്താണ് വെച്ച് കൊടുക്കുന്നതെങ്കിലും ഈ പ്ലാന്റ് നല്ല ഹൈറ്റിൽ വളർന്നു വരും. സിമ്പിളായിട്ട് നമുക്കിതിനെ പ്രൊപ്പഗേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് സ്റ്റെം കട്ടിങ് ഉപയോഗിച്ച് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെം കട്ടിങ് ഉപയോഗിക്കുമ്പോൾ അത് നടാൻ വേണ്ടി എടുക്കുന്ന പോട്ടി മിക്സ് നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളോ ഒന്നും തന്നെ ചേർക്കാൻ പാടില്ല. വെറുതെ ഗാർഡൻ സോയിൽ മാത്രം എടുത്ത് അതിലോട്ട് നമ്മൾ ഇതിനെ കുത്തി വെച്ചതിന് ശേഷം തണലത്ത് വെച്ച് കൊടുക്കാം. പുതിയ ഒരു ലീഫൊക്കെ വന്നതിന് ശേഷം മാത്രം നമ്മൾ അടിവളമൊക്കെ നൽകി പുതിയൊരു പോട്ടിലോട്ട് മാറ്റി കൊടുക്കണം. അക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ അതിമനോഹരമായ നമ്മളെ ഈ ഷെഫ്ലേറ പ്ലാന്റ് പ്രത്യേകിച്ച് കെയറിങ് ഒന്നുമില്ലാതെ വളർത്താൻ പറ്റുന്ന ഈ ഒരു പ്ലാന്റിന്റെ കെയറിങ് ഇത്ര മാത്രമേ ഉള്ളൂ. നല്ലൊരു ഷെയ്ഡഡ് ഏരിയയിൽ, അതായത് ബ്രൈറ്റ് ലൈറ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ലഭിക്കുന്ന ഒരു ഷെയ്ഡഡ് ഏരിയയിൽ വെച്ച് വേണം നമ്മൾ ഈ പ്ലാന്റിനെ വളർത്തേണ്ടത്. പോട്ട്സിന്റെ സൈസിനനുസരിച്ച് ഈ പ്ലാന്റിന്റെ സൈസും കൂടി വരും. പിന്നെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ്. പോട്ടി മിക്സിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇൻസെക്ട്സിന്റെ ഒന്നും തന്നെ ആക്രമണവും ഈ പ്ലാന്റിന് ഉണ്ടാകാനും ഇടയില്ല. അപ്പോൾ നമ്മുടെ ഈ ഷെഫ്ലേറ പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിയാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.